ഫിസിക്സിന്റെ വളർച്ച ഒരു തിരിഞ്ഞുനോട്ടം. 2025 എന്ന വർഷം ഭൗതിക ശാസ്ത്രത്തെ സംബന്ധിച്ച് ഒരു നാഴികക്കല്ലാണ്. മൈക്രോസ്കോപ്പിക് ലോകത്തിലെ നിയമങ്ങൾ മനുഷ്യൻ കാണുന്ന ബാഹ്യലോകത്തിലെ നിയമങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നതും അതിനെ മനസ്സിലാക്കാൻ ഗണിതശാസ്ത്രം കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂവെന്നും നിസ്സംശയം തെളിയിക്കപ്പെട്ടിട്ട് 100 വർഷം പൂർത്തിയാകുകയാണ്. ലളിതമായി പറഞ്ഞാൽ, മൈക്രോസ്കോപ്പിക് ലോകത്തെ വിവരിക്കുന്ന ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്ര നിയമങ്ങൾ മനസ്സിലാക്കിയിട്ട് 100 വർഷം പിന്നിടുകയാണ്. ഈ സാഹചര്യത്തിൽ ഭൗതിക ശാസ്ത്രത്തിന്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് ഒന്ന് തിരിഞ്ഞു നോക്കുന്നത് യുക്തമാണെന്ന് തോന്നുന്നു. ഭൗതിക ശാസ്ത്രം എന്നാൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ്. സ്വാഭാവികമായും ഇതിൽ 2 വ്യത്യസ്ത ശാഖകൾ ഉണ്ട്. അതിലൊന്ന് ഭൂമിയെ പദാർത്ഥങ്ങളെക്കുറിച്ച് പഠിക്കുന്നതും രണ്ടാമത്തേത് ആകാശത്തിലെ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും കുറിച്ച് പഠിക്കുന്നതുമാണ്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സഞ്ചാരപാതകൾ നിർണയിക്കുന്നത് പൊതുവെ ഗുരുത്വാകർഷണമാണെങ്കിലും ഇവയിലെ പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ഭൂമിയിലെ പദാർത്ഥങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നതും ക്വാണ്ടം മെക്കാനിക്സ് ഉപയോഗിച്ച് തന്നെയാണ്. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഗ്രാവിറ്റേഷൻ തിയറിയിൽ ധാരാളം പുരോഗതി കൈവരിച്ചിട്ടുണ്ടെങ്കിലും ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖയിലുണ്ടായ പുരോഗതിയുടെ ഒരു ചെറിയ വിവരണം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണങ്ങൾ ആറ്റങ്ങളാണ് എന്ന് BC 5-ാം നൂറ്റാണ്ടിൽ ഡെമോക്രിറ്റസ് സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആറ്റത്തിന്റെ ഘടനയെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കുന്നത് 2500 വർഷങ്ങൾക്കിപ്പുറം 21-ാം നൂറ്റാണ്ടിൽ മാത്രമാണ്. 17-ാം നൂറ്റാണ്ടിൽ പാസ്കൽ, ഹൂക്സ്, ന്യൂട്ടൺ തുടങ്ങിയവർ പദാർത്ഥത്തിന്റെ പൊതു സ്വഭാവങ്ങളെക്കുറിച്ച് ധാരാളം പഠിച്ചിട്ടുണ്ടെങ്കിലും ആറ്റത്തെക്കുറിച്ച് കാര്യമായ പഠനങ്ങൾ ഒന്നും തന്നെ 17-ാം നൂറ്റാണ്ടിൽ നടന്നിട്ടില്ല. പദാർത്ഥങ്ങളുടെ പൊതു സ്വഭാവത്തെക്കുറിച്ച്, അതായത് ഖരം, ദ്രാവകം, വാതകം തുടങ്ങിയ രൂപങ്ങളെക്കുറിച്ചും സാന്ദ്രത, ഇലാസ്റ്റിസിറ്റി തുടങ്ങിയവയെക്കുറിച്ചും ആണ് 17-ാം നൂറ്റാണ്ടിൽ നടന്ന പ്രധാന പഠനങ്ങൾ. 18-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബെർണോളി തുടങ്ങിയ ശാസ്ത്രജ്ഞന്മാരുടെ സംഭാവനകളും 18-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി നീരാവി യന്ത്രവും അത് മുഖാന്തരം വന്ന വ്യവസായ വിപ്ലവവും തെർമൽ ഫിസിക്സിന്റെ വളർച്ചയിൽ കാര്യമായ പങ്കുവഹിച്ചു. 19-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം തുടങ്ങിയ മേഖലകളിൽ ഉണ്ടായ പുരോഗതിയും പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തെക്കുറിച്ചുള്ള പഠനങ്ങളും പിന്നീടുള്ള ഫിസിക്സിന്റെ ഗതിയിൽ കാര്യമായ സ്വാധീനം ചെലുത്തി. 1801 തോമസ് യങ്ങിന്റെ പ്രകാശത്തിന്റെ തരംഗ സ്വഭാവത്തെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകളും 1803 ഡാൾട്ടന്റെ ആറ്റമിക് തിയറിയും എടുത്തു പറയേണ്ടതാണ്. 20-ാം നൂറ്റാണ്ടിൽ ഫിസിക്സിന്റെ എല്ലാ മേഖലകളിലും വളരെ കാര്യമായ പുരോഗതിയുണ്ടായി. ആംപിയർ, ഫാരഡേ, മാക്സ്വെൽ, ഹെഡ്സ്, കിർച്ചോഫ്, ബോൾട്സ്മാൻ തുടങ്ങി നിരവധി പ്രമുഖ ശാസ്ത്രജ്ഞർ ചെയ്ത സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടുകൂടി ആറ്റമിക് സ്പെക്ട്ര, ബ്ലാക്ക് ബോഡി റേഡിയേഷൻ, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് തുടങ്ങിയ 3-4 കാര്യങ്ങൾ ഒഴികെ ഭൗതിക ശാസ്ത്രത്തിലെ എല്ലാ കാര്യങ്ങളും ന്യൂട്ടോണിയൻ മെക്കാനിക്സോ വേവ് തിയറിയോ ഉപയോഗിച്ച് വിവരിക്കാൻ സാധിക്കുമായിരുന്നു. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ലോർഡ് കെൽവിന്റെ നിരീക്ഷണം വളരെ പ്രശസ്തമാണ്. There is nothing to be discovered in physics now. All that remains is more and more precise measurements. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു. 1897 J.J. തോംസൺ ഇലക്ട്രോൺ കണ്ടുപിടിച്ചു. 1900 ഡിസംബറിൽ അന്നുവരെ വിശദീകരിക്കാൻ സാധിക്കാതിരുന്ന ബ്ലാക്ക് ബോഡി റേഡിയേഷൻ വിശദീകരിക്കുന്നതിന് വേണ്ടി മാക്സ് പ്ലാങ്ക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷനിൽ ഊർജത്തിന്റെ കണിക സ്വഭാവം ഉണ്ടെന്ന് അനുമാനിച്ചു. തുടക്കത്തിൽ പ്ലാങ്കിന്റെ വിശദീകരണം ആരും ഗൗരവമായി എടുത്തില്ലെങ്കിലും 1905 അന്നുവരെ വിശദീകരിക്കാൻ സാധിക്കാതിരുന്ന ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് റേഡിയേഷന്റെ കണിക സ്വഭാവം ഉപയോഗിച്ച് ഐൻസ്റ്റൈൻ വളരെ കൃത്യമായി വിശദീകരിച്ചു. പിന്നീട് 1913 പ്ലാങ്ക് കോൺസ്റ്റന്റ് ഉപയോഗിച്ച് ബോർ ആറ്റം മോഡലും ആറ്റമിക് സ്പെക്ട്രയും വിശദീകരിച്ചു.
ഇതോടുകൂടി മൈക്രോസ്കോപ്പിക് വേൾഡിന്റെ വിശദീകരണത്തിന് പ്ലാങ്ക് കോൺസ്റ്റന്റ് ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആയി സ്വീകരിക്കേണ്ടി വന്നു. പിന്നീട് ഏകദേശം 1925 വരെ മൈക്രോസ്കോപ്പിക് വേൾഡിനെ വിശദീകരിക്കുന്നതിനു വേണ്ടിയുള്ള പുതിയ ഗണിതശാസ്ത്ര സമ്പ്രദായം വികസിപ്പിച്ചു കൊണ്ടുവരികയായിരുന്നു. ഏകദേശം 1925 ആകുമ്പോൾ ക്വാണ്ടം മെക്കാനിക്സ് എന്ന പുതിയ ഒരു ഭൗതിക ശാസ്ത്ര വിഭാഗം രൂപം കൊണ്ടു. ഈ ശാസ്ത്രശാഖ വികസിക്കാൻ തുടങ്ങിയിട്ട് 2025 100 വർഷം പൂർത്തിയാവുകയാണ്. മൈക്രോസ്കോപ്പിക് വേൾഡിന്റെ നിയമങ്ങൾ മാക്രോസ്കോപ്പിലെ വേൾഡിലെ നിയമങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെന്നും മനുഷ്യന്റെ യുക്തി വഴി അത് മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്നും ഉള്ള ഒരു തിരിച്ചറിവ് ഈ കാലഘട്ടത്തിൽ ഉണ്ടായി. സബാറ്റോമിക് കണങ്ങളെ കുറിച്ച് പഠിക്കണമെങ്കിൽ പുതിയ സമവാക്യങ്ങളും അനുമാനങ്ങളും ആവശ്യമാണെന്നും അത് മനസ്സിലാക്കാൻ ഗണിതശാസ്ത്രം വഴി മാത്രമേ സാധിക്കുകയുള്ളൂ എന്നും തിരിച്ചറിഞ്ഞു. 17-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഗലീലിയോ അന്നുവരെയുണ്ടായിരുന്ന ശാസ്ത്ര രീതി മാറ്റി പകരം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ വെളിപ്പെടുത്തുന്നതാണ് ശരിയായ ശാസ്ത്രം എന്ന് തിരുത്തിയതുപോലെ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആവിർഭാവത്തോടെ അതുവരെയുണ്ടായിരുന്ന നിരീക്ഷണ സമ്പ്രദായത്തിൽ നിന്ന് മാറി ഗണിതശാസ്ത്രം ഉപയോഗിച്ച് മൈക്രോസ്കോപ്പിക് വേൾഡിനെ വിശദീകരിക്കുന്നതിനും പുതിയ ആശയങ്ങൾ രൂപീകരിക്കുന്നതിനും ബാഹ്യലോകത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണെങ്കിലും ഗണിതശാസ്ത്രം ഉപയോഗിച്ച് വെളിപ്പെടുത്തുന്ന ആശയങ്ങൾ പരീക്ഷണങ്ങൾ വഴി തെളിയിക്കപ്പെട്ടാൽ അത് സ്വീകരിക്കപ്പെടേണ്ടതാണെന്നുമുള്ള ഒരു ബോധ്യം സ്വീകരിക്കപ്പെട്ടു. ക്വാണ്ടം മെക്കാനിക്സ് എന്ന ശാസ്ത്രശാഖ തുടങ്ങിയിട്ട് 100 വർഷം കഴിയുന്ന ഈ വേളയിൽ ഈ കഴിഞ്ഞ 100 വർഷങ്ങൾക്കുള്ളിൽ ഉണ്ടായ ചില പ്രധാന കണ്ടുപിടുത്തങ്ങളും നിരീക്ഷണങ്ങളും വളരെ ചുരുക്കത്തിൽ താഴെ കൊടുക്കുന്നു. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാന തത്വങ്ങളെ മനസ്സിലാക്കുന്നതിനുള്ള പ്രയാണത്തിൽ നാം ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഇന്നും വിശദീകരിക്കാനാവാത്ത ധാരാളം പ്രപഞ്ച സത്യങ്ങളുണ്ട്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ന്യൂട്രിനോകളെ കുറിച്ചുള്ള പഠനങ്ങളും ലാർജ് ഹാഡ്രോൺ കൊളൈഡർ ഉപയോഗിച്ചുകൊണ്ടുള്ള പഠനങ്ങളും സമീപഭാവിയിൽ തന്നെ പ്രപഞ്ച രഹസ്യങ്ങളെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കി തരുമെന്ന് പ്രതീക്ഷിക്കാം.